ഇപ്പോൾ പത്തരമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പത്തരമാറ്റില് ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവിടെ നയനയും എല്ലാവരും നല്ല ബ്യൂട്ടീഷ്യനായിട്ട് നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങുകയും ആദർശ് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നിർത്തിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ആദർശ് നേരെ പോയി എന്നിട്ട് അടുക്കളയിൽ വലിയ തനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം, എന്നെ ആരും സഹായിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നല്ലപോലെ ആഹാരം ഉണ്ടാക്കും എന്നൊക്കെയുള്ള വീമ്പൊക്കെ ഇളക്കുന്നുണ്ടെങ്കിൽ ആദർശിന് ഒരു കാര്യം അറിയത്തില്ല. അപ്പോൾ അവിടെ എനിക്ക് ഈ പൊടി കിട്ടിയാലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ, കുരുമുളക് കിട്ടിയാലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ, മസാലപ്പൊടി കിട്ടിയാലേ ഞാൻ ഉണ്ടാക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആദർശിന് എന്തായാലും ഇനി ഒരു രക്ഷയില്ല. ഇതെങ്ങനെയെങ്കിലും നയനയോട് പറഞ്ഞിട്ട് നയനയുടെ സഹായം തേടിയാൽ മാത്രമേ തനിക്ക് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ എന്ന് മനസ്സിലായ ആദർശ് നേരെ പതുക്കെ നയനയെ പോയി നോക്കി. നയനയെ പോയി കണ്ടതിന് ശേഷം നയനോട് കാര്യം പറയുന്നുണ്ട്. അപ്പൊ നയന പറഞ്ഞു, നയനയോട് പറയുവാണ്, മോളെ നയന എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കൊരു കാര്യം അറിയത്തില്ല, നീ എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഏതൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കുവാണ് എന്ന് പറഞ്ഞു തന്നാൽ മതി. അപ്പം നയന പറയുവാണ്, ആദർശന്റെ ഫോണും എടുക്ക്, എന്നിട്ട് ഫോണിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്, എവിടെ എന്ത് ഇരിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ മോളെ നയനെ, നീ എനിക്ക് വേറൊരു ഉപകാരം കൂടി ചെയ്യണം. നീ എൻ്റെ ചെവിയിൽ ഇയർബഡ്സ് വെച്ചിട്ടുണ്ട്, അപ്പോൾ നീ എന്തായാലും എന്നെ വിളിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കണം, കറി എങ്ങനെ ഉണ്ടാക്കണം, പാചകം എങ്ങനെ ചെയ്യണമെന്ന് നീ എന്നെ ഒന്ന് സഹായിക്കണം. അപ്പം മോളെ നയനെന്ന് വിളിച്ചപ്പോൾ നയനയ്ക്ക് ഒന്ന് സുഖം കൊണ്ടു. കാരണം ഇങ്ങനെയൊന്നും ആദർശ് വിളിക്കാറില്ലല്ലോ. അപ്പൊ ഈ ഒരു അവസരം മുതലാക്കാൻ വേണ്ടിയിട്ട് 4-5 വട്ടം ആദർശിനെ കൊണ്ട് മോളെന്ന് വിളിപ്പിക്കുകയും എന്തായാലും ഞാൻ സഹായിച്ചു തരാം എന്ന് ആദർശിനോട് നയന പറയുവാണ്. പക്ഷെ ആദർശ് നയനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് ദേഷ്യത്തോടെ ദേവയാനി വഴക്ക് പറയുകയും എന്നിട്ട് ആദർശ് പോകുന്ന സമയത്ത് ഇപ്പോൾ നീ ഏതൊക്കെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് അവന് പറഞ്ഞു കൊടുത്താൽ മതി, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന് പറഞ്ഞു കൊടുക്കണ്ട എന്നൊരു താക്കീതും കൂടി അവിടെ നൽകുവാണ്. ആദർശ് നേരെ അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ എടുത്തു. നയന പറയുന്നത് പോലെ എന്നാലും തന്റെ ഭർത്താവ് ഒരിടത്തും താഴ്ന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നയന ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നയനയുടെ നിർദ്ദേശപ്രകാരം ആദർശ് ഓരോ കാര്യങ്ങള് കറക്റ്റ് ചേരുവകളൊക്കെ ചേർത്ത് നല്ല തീയില് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അതിന്റെ ഇടയിൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ബ്യൂട്ടീഷ്യനും എല്ലാവർക്കും കൂടി ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ജ്യൂസ് കൊണ്ട് എല്ലാവർക്കും കൊടുത്ത് നല്ല അഭിപ്രായമാണ് കേട്ടത്. അതിനുശേഷം നയനയുടെ സഹായത്തോടു കൂടി ഓരോ കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അങ്ങനെ ഈ ഒരു ശ്രമങ്ങളൊക്കെ ഇങ്ങനെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാവരും നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് വന്നു. അങ്ങനെ നയനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി. എല്ലാവരും ഭയങ്കര സുന്ദരിമാരാണ്. ആദർശും അനിയും അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ എന്തായാലും എല്ലാവരും നല്ല സുന്ദരിമാരായിട്ട് ഒരുങ്ങിയതല്ലേ, അപ്പൊ നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് അനാമിക പറയുകയും എന്നാലും മോൾ ഇവിടെ നിൽക്ക്, എന്നിട്ട് നയനയോട് പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറയുവാണ്. അതായത് ആ ഫോട്ടോയിൽ നിന്നും നയനെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അനാമികയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുമാണ് ദേവയാനി ശ്രമിക്കുന്നത്. പക്ഷെ അത് തന്റെ അമ്മായിയമ്മ എന്നെ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഭർത്താവ് അംഗീകരിച്ചല്ലോ എന്നൊരു സന്തോഷത്തില് നയന ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷെ ഇതുവരെയും അനാമികയുടെ ചതിയൊന്നും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി അത് തിരിച്ചറിയുമ്പോഴായിരിക്കും അടുത്ത പൊട്ടിത്തെറി ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.